എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലാസ്റ്റ് 2 വീഡിയോസിലും എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പേരും നക്ഷത്രമൊക്കെ ചേർത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയിലും നിങ്ങൾ പേരും നക്ഷത്രവും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുള്ളവർ മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ ഈ ചാനലിൽ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ പേരും ആവശ്യവും മാത്രമേ അയക്കുള്ളൂ. അപ്പോൾ അതിന് പകരം എന്നല്ല, അതിൻ്റെ കൂടെ തന്നെ നക്ഷത്രവും നിർബന്ധമായും അയക്കേണ്ടതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇന്ന് കുറേ പുതിയ ആളുകളൊക്കെ ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യം, ഇതിനകത്തുള്ള സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ആ ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ചെയ്യാത്തവരായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്താ പറയുക, അതിനകത്ത് സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ, നിങ്ങൾക്കത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ അത്യുഗ്രമായ വരാഹിയുടെ ഒരു മന്ത്രജപമാണ് മെൻഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും നിത്യവും സുഖമായിരിക്കട്ടെ. അതുപോലെ എല്ലാവരും നിത്യവും വാരാഹി അമ്മയുടെ മന്ത്രം ജപിക്കുക. അതുപോലെ തന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് സമയമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ടൈം ആയാലും നമ്മൾ ശുദ്ധിയോടുകൂടി വാരാഹി അമ്മയുടെ മന്ത്രം ചൊല്ലാവുന്നതാണ്. അതൊന്ന് 21 തവണ അല്ലെങ്കിൽ 108 തവണയാണ് ജപിക്കേണ്ടത്. കാര്യസാധ്യത്തിനാണ് കൂടുതലും നമ്മൾ ഇന്ന് കഴിഞ്ഞ 2 വീഡിയോസിലിട്ട മന്ത്രം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൊല്ലുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതായത് തൊഴിൽ ലഭ്യത, സന്താന സൗഭാഗ്യം, അതുപോലെ തന്നെ സന്താന ലഭ്യത, പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പല ആവശ്യങ്ങളും ഉണ്ടായിരിക്കുമല്ലോ, ദൃഷ്ടിദോഷം, അതുപോലെ ശത്രുദോഷം. അപ്പോൾ ഇതൊക്കെ മാറിക്കിട്ടാനും അതുപോലെ നല്ല ഐശ്വര്യം വന്ന് ചേരാനും വേണ്ടിയിട്ടാണ് നമ്മൾ വാരാഹി അമ്മയുടെ മന്ത്രം ചൊല്ലുന്നത്. അപ്പോൾ കുറേ പേര് പോസിറ്റീവായിട്ടുള്ള കമൻസ് പുതിയ ആവശ്യവുമായി വന്നിട്ടുണ്ട്. അതായത് അവരുടെ പഴയ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടി പുതിയ ആവശ്യങ്ങളായിട്ട് മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലാവരുടെ കാര്യവും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ദേവിയെ ആരാധിക്കുന്ന കാര്യത്തിൽ മാറ്റം വരുത്തേണ്ട. എല്ലാ ദിവസവും നിങ്ങൾക്ക് പറ്റുന്ന സമയം നിങ്ങൾ ദേവിക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വിഷമങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അത് ശരിക്കും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും അത് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ വിഷമം ഘട്ടങ്ങളിൽ നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് ഈ ഒരു വീഡിയോ ഹെൽപ്പ് ചെയ്തു എന്ന് കുറേ പേര് അയച്ചിട്ടുണ്ടായിരുന്നു. കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. കാര്യം അത്രയും കഷ്ടതകളിലും അത്രയും വിഷമത്തിലാണെങ്കിൽ പോലും അവർക്കൊരു സപ്പോർട്ടായിട്ട് ഈ ഒരു ചാനലുണ്ടെന്ന് കേൾക്കുമ്പോൾ ഒരു സമാധാനമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടട്ടെ. വാരാഹി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യം നടന്നു കിട്ടും. അതുകൊണ്ട് എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക. പിന്നെ ദുഷ്ടവരുണ്ടല്ലോ, നമ്മളെ വേദനിപ്പിച്ചവരും നമ്മളെ എന്താ പറയുക, ഓരോ മോശമായിട്ട് പറയുന്നവരും അതുപോലെ നമ്മൾ നന്നാവരുതെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ, അവരൊക്കെ നന്നാവുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അവർ എന്താണ് ദുശ്ചിന്തകളാണ് അവർക്ക്, അല്ലേ? അവർ ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയിലുള്ള ആളുകളാണ്. അപ്പോൾ അവരൊക്കെ എന്താ പറയുക, അവർക്ക് അത്രയേ ഉള്ളൂ. അവർക്ക് ഒരിക്കലും ഒരു ദൈവത്തിൻ്റെ ഒരു ഭക്തിയോ അല്ലെങ്കിൽ ദൈവത്തിനെ ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി അമ്പലത്തിൽ പോകുന്നു, വരുന്നു, പ്രാർത്ഥിക്കുന്നു എന്നുള്ളവരാണ്. ഒരു കാര്യവുമില്ല. നമ്മൾ ദൈവത്തിനെ വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ മനസ്സാദ്യം ശുദ്ധമായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ നല്ലത് മാത്രം ചെയ്യണം, അല്ലേ? നമുക്ക് തീരെ ബുദ്ധിമുട്ട് വരുന്ന കാര്യമാണെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യും, അല്ലേ? അതൊക്കെ ചെയ്യണം കേട്ടോ. അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതൊക്കെ വേണം. പക്ഷേ എന്നാലും നമ്മൾ നമ്മുടെ സൈഡ് മാത്രം, ബാക്കിയുള്ളവരുടെ കാര്യങ്ങളും നന്നായിക്കോട്ടെ എന്ന്, നല്ലവരായ ആളുകളുണ്ട് നമ്മുടെ മുമ്പിൽ, അവരൊക്കെ നന്നായിക്കോട്ടെ എന്ന് വേണം പ്രാർത്ഥിക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ പുതിയ മന്ത്രം 21 തവണ 21 പ്രാവശ്യം 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലേണ്ട മന്ത്രമാണ്. അപ്പോൾ ആ മന്ത്രം ജപിക്കുക കേട്ടോ. അപ്പോൾ കൂടെ ചൊല്ലാൻ മറക്കണ്ട. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ.
ശ്രീ സമയേശ്വരിയേ നമഃ. ഓം 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 ശ്രീ സമയേശ്വരിയേ നമഃ.